ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees അല്ലേ? പ്രിയ ഒരു ബാഗും ഒരു പെയർ സ്ലിപ്പേഴ്സും മേടിച്ചപ്പോൾ എത്രയായി? 1100 രൂപയായി. ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദി സ്ലിപ്പേഴ്സ്. ബാഗിന് എന്താണ്? സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ എക്സ്ട്രാ, 300 രൂപ അധികമാണ്. അങ്ങനെയാണെങ്കിൽ സ്ലിപ്പറിൻ്റെ വിലയും ബാഗിൻ്റെ വിലയും കണ്ടുപിടിക്കണം. നമുക്ക് എന്തെടുക്കാം? ബാഗിൻ്റെ വില എക്സ് എന്നും സ്ലിപ്പറിൻ്റെ വില വൈ എന്നും എടുക്കാം. ഒരു ബാഗും ഒരു സ്ലിപ്പറും മേടിച്ചപ്പം എത്ര? 1100 രൂപയായി. അതായത് എക്സ് പ്ലസ് വൈ എന്താണ്? 1100 ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബാഗിൻ്റെ വില എന്താണ്? സ്ലിപ്പേഴ്സിൻ്റെ വിലയേക്കാളും 300 രൂപ എക്സ്ട്രാ ആണ് അല്ലേ? അത് ബാഗിൻ്റെ വിലയിൽ നിന്ന് സ്ലിപ്പറിൻ്റെ വില മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 300 കിട്ടണം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 300. ഇവിടെ നിങ്ങൾ നോക്കേ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആണ് അല്ലേ? 1 ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ +1ഉം ഇവിടെ -1ഉം ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കേസിൽ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും, മൈനസ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ആഡ് ചെയ്യാം. ഏത് കേസിലാണ്? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും വരുന്ന കേസിലാണ്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും വരുന്ന കേസിൽ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും, മൈനസ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 1100 300 കൂടെ ആഡ് ചെയ്യുമ്പം 1400 കിട്ടും അല്ലേ? ഇവിടെ വൈ മൈനസ് വൈ പ്ലസും മൈനസും ഇടുമ്പോൾ നമുക്ക് എന്താ സിമ്പിൾ കിട്ടുന്നത്? മൈനസ് അല്ലേ കിട്ടുന്നത്? വൈ മൈനസ് വൈ 0. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 0 ഈക്വൽ ടു 1400 കിട്ടി. അന്നേരം 2xൻ്റെ വാല്യൂ ആണെന്ത്? 1400. അന്നേരം എക്സ് എന്തായിരിക്കും? 1400/2. അതായത് നമുക്ക് എന്ത് കിട്ടും? 700 എന്ന് കിട്ടും. 700 rupees. ബാഗിൻ്റെ വില എത്രയാണ്? 700 rupees. ഇനി സ്ലിപ്പേഴ്സിൻ്റെ വിലയുടെ വേണ്ടേ? ഏതെങ്കിലും ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ വാല്യൂ കിട്ടും. ഈ ഇക്വേഷൻ തന്നെ എടുക്കാം. എക്സ് പ്ലസ് വൈ എന്താണ്? 1100 ആണ്. അതിൽ വൈ കിട്ടണമെങ്കിൽ 1100 നമ്മൾ എന്ത് ചെയ്യണം? എക്സ് മൈനസ് ചെയ്യണം. വൈ ഈക്വൽ ടു 1100 മൈനസ് 700. ആൻസർ എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. അന്നേരം സ്ലിപ്പേഴ്സിൻ്റെ വില എത്രയാണ്? 400 ആണ്. ബാഗിൻ്റെ വില എത്രയാണ്? 700 ആണ്. ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി സം ഓഫ് 2 numbers ഈസ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദി നമ്പേഴ്സ്? രണ്ട് നമ്പേഴ്സ്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് 26 എന്നും ഡിഫറൻസ് അതായത് അതിൻ്റെ വ്യത്യാസം തുക 26ഉം വ്യത്യാസം 4ഉമാണ്. ഒരു നമ്പർ എക്സ് എന്നും ഒരു നമ്പർ വൈ എന്നും എടുക്കാം. ഞാൻ എന്ത് ചെയ്തു? ഒരു നമ്പർ എക്സ് എന്നും അടുത്ത നമ്പർ മറ്റേ നമ്പർ വൈ എന്നും എടുത്തു. ഇനി നമുക്ക് എന്തറിയാം? സം ഓഫ് 2 numbers ഈസ് 26. അതായത് എക്സ് പ്ലസ് വൈ എന്താണ്? 26 ആണ്. അടുത്ത ക്ലൂ എന്താ അവർ തന്നിട്ടുള്ളത്? ഡിഫറൻസ് 4 ആണ്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് 4 ആണ്. വലിയ നമ്പർ ഏതാ ചെറിയ നമ്പർ ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് വൈ എന്തെന്ന് എടുക്കാം? 4 എന്നെടുക്കാം. ഇവിടെ നമുക്ക് എന്താ? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ആയി കിട്ടിയത് അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താലും മൈനസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നമുക്കിവിടെ ജസ്റ്റ് മൈനസ് ചെയ്ത് നോക്കാം. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തതല്ലേ, ഇവിടെ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 26 മൈനസ് 4 എന്ത് കിട്ടും? 22 എന്ന് കിട്ടും. ഇനി ഇവിടെ വൈ മൈനസ് -4, മൈനസും മൈനസും എന്താവും? പ്ലസ് ആവും. അതായത് വൈ പ്ലസ് വൈ എന്ന് കിട്ടും. ആൻസർ എന്താ? 2y. ഇനി എക്സ് മൈനസ് എക്സ് എന്തായി പോവും? 0 ആയി പോകത്തില്ലേ? അതായത് 0 + 2y. 2y ആണെന്ത്? 22. ആരാണ് വൈ എന്തായിരിക്കും? 22/2 ആയിരിക്കും. ആൻസർ 11 കിട്ടും അല്ലേ? ഈ വൈയുടെ വാല്യൂ ഈ രണ്ട് ഇക്വേഷനിൽ ഏത് ഇക്വേഷനിൽ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഇട്ട് നോക്കാം. എക്സ് പ്ലസ് വൈ ആണ് 26. അതിൽ എക്സ് കിട്ടാൻ എന്ത് ചെയ്യും? 26 വൈ മൈനസ് ചെയ്താൽ പോരെ? എക്സ് ഈക്വൽ ടു 26 മൈനസ് വൈ. വൈയുടെ വാല്യൂ എന്താണ്? 11 ആണ്. അങ്ങനെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടില്ലേ? അല്ല, ഒരു നമ്പർ 15ഉം ഒരു നമ്പർ എന്താണ്? 11ഉമാണ്.
നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പം ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26 കിട്ടും. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 4 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 centimeters and one side is 8 centimeters longer than the other. Calculate the length of the sides. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലുമാണ്. ഒരു സൈഡ് ഇച്ചിരി വലുതാണല്ലേ. നമുക്ക് ലെങ്ത്ത് എന്തെന്ന് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ബ്രെഡ്ത്ത് വൈ എന്ന് കൊടുക്കാം. നീളം നമ്മൾ എക്സ് എന്നും വീതി നമ്മൾ വൈ എന്നും കൊടുത്തു. സെൻറ്റിമീറ്ററിലാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സൈഡ് എന്താണ്? മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലുണ്ട്. അതായത് നമുക്ക് എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് എന്തെന്ന് കിട്ടും? 8 എന്ന് കിട്ടത്തില്ലേ? എക്സ് മൈനസ് വൈ 8 എന്ന് കൊടുക്കാം. ഇനി പറഞ്ഞേക്കുന്ന ക്ലൂ എന്തോ? പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × L+B അല്ലേ? 2 × L+B = 40 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ L+B എന്തായിരിക്കും? 40/2 ആയിരിക്കത്തില്ലേ? എന്താ? 20. ഇനി നമുക്കറിയാം L എന്ന് പറയുന്ന എക്സ് എന്നും ബി എന്ന് പറയുന്ന വൈ എന്നും അല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. അത് x+y = 20 എന്ന് എഴുതിക്കൂടെ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x+y-യും x-y-യും അല്ലേ. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ എന്തോന്ന് വെച്ചാൽ ചെയ്യാം. നമുക്കിവിടെ ആഡ് ചെയ്യാം. x+y 20 ആണ്, x-y 8 ആണ്. ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പം 20 + 8 എന്ത് കിട്ടി? 28 എന്ന് കിട്ടി. y - y 0 ആയിപ്പോയി. x + x 2x ആണ്. 2x ആണെന്ത്? 28. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? 28/2 ആയിരിക്കും. ആൻസർ നമുക്ക് 40 എന്ന് കിട്ടില്ലേ? ഇനി y കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യത്തെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ x + y അല്ലേ 20. അല്ല y കിട്ടണമെങ്കിൽ 20 എന്ന് എന്ത് ചെയ്താൽ മതി? x മൈനസ് ചെയ്താൽ മതി. y = 20 - x, അതായത് 20 - 14. ആൻസർ നമുക്ക് 6 എന്ന് കിട്ടും. അതെ, ഒരു സൈഡ് 14ഉം ഒരു സൈഡ് എന്താണ്? 6ഉമാണ്. ലെങ്ത്ത് 14 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എന്താണ്? 6 സെൻറ്റിമീറ്ററുമാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. എ വയർ 3.5 meters ലോങ് ഈസ് ടു ബി കട്ട് ഇൻറ്റു 2 pieces. ഒരു വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3.5 meter ആണ്. 3.5 meter ലെങ്ത്തുള്ള ഒരു വയർ. ഈ വയർ എന്ത് ചെയ്തു? 2 പീസായിട്ട് കട്ട് ചെയ്തു. ഈ ഒരു പീസ് ബെൻഡ് ചെയ്ത് ഒരു സ്ക്വയറും ഒരു പീസ് ബെൻഡ് ചെയ്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 3.5 meter ആണ്. 3.5 meter. 3.5 meter നമുക്ക് സെൻറ്റിമീറ്ററിലാക്കി എന്ത് കിട്ടും? 3.5 meterനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? × 100 ചെയ്താൽ മതി. അന്നേരം നമുക്ക് എന്ത് കിട്ടി? 350 centimeter എന്ന് കിട്ടും. ഇതിൻ്റെ ലെങ്ത്ത് സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ എത്ര വരും? 350 centimeter എന്ന് കിട്ടും. ഇനി ഇതിനെ എന്ത് ചെയ്തു? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പാർട്ട് എന്ത് ചെയ്തു? ബെൻഡ് ചെയ്ത് സ്ക്വയറും ആക്കി. അടുത്ത പാർട്ട് ബെൻഡ് ചെയ്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. ഈ ഒരു പാർട്ടിനെ ഞാൻ എക്സ് എന്നും ഈ ഒരു പാർട്ടിനെ വൈ എന്നും എടുക്കുക. ഈ എക്സ് ബെൻഡ് ചെയ്ത് ഞാനൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുക. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ചുറ്റളവായിരിക്കത്തില്ല എക്സ്, പെരിമീറ്റർ ആയിരിക്കത്തില്ല എക്സ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തോ? 3 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 3 സൈഡോട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടത്തില്ലേ? അന്നേരം ഒരു സൈഡ് എന്തായിരിക്കും? x/3 ആയിരിക്കത്തില്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? 3 സൈഡും എന്തായിരിക്കും? x/3 ആയിരിക്കും. ഇനി ഈ y എന്ന് പറയുന്ന സൈഡ് എന്ത് ചെയ്തു? ഞാൻ ബെൻഡ് ചെയ്തൊരു സ്ക്വയറാണ് ഉണ്ടാക്കിയത്. ഈ സ്ക്വയറിൻ്റെ ചുറ്റളവ് എന്താ? y അല്ലേ? അത് 4 സൈഡൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? y കിട്ടണം. സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര ആയിരിക്കും? y/4 ആയിരിക്കത്തില്ലേ?
ഞാൻ എന്ത് ചെയ്തു, ഈ 3.5 മീറ്റർ ലെങ്ത് ഉള്ള വയറിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഒരു പാർട്ട് എക്സ് എന്നും ഒരു പാർട്ട് വൈ എന്നും എടുത്തു. എക്സ് ബെൻഡ് ചെയ്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്താണ്? x/3 ആണ്. വൈ ബെൻഡ് ചെയ്തൊരു സ്ക്വയർ ഉണ്ടാക്കി. അതിൻ്റെ സൈഡ്സ് എന്താണ്? y/4 ആണ്. ഇനി അവരൊരു ക്ലൂടെ തന്നിട്ടുണ്ട്. എന്താ? ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദി സെയിം. എന്ന് വെച്ചാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും സ്ക്വയറിൻ്റെ ഒരു സൈഡും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സ്ക്വയറിൻ്റെ സൈഡും ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എന്തെന്ന് എഴുതാം? ഈ എക്സും വൈയും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 3.5 മീറ്റർ എന്ന് കിട്ടണം. ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ സെൻറ്റിമീറ്ററിൽ എഴുതിയേക്കാം. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിലോട്ട് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടി? x+y = 350 സെൻറ്റിമീറ്റർ എന്ന് കിടന്നോട്ടെ. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡും സ്ക്വയറിൻ്റെ സൈഡും എന്തായിരിക്കണം? സെയിം ആയിരിക്കണ്ടേ? ആരെന്ത് എഴുതണം? x/3 = y/4 ആയിരിക്കണം. നമുക്കിത് ക്രോസ് ചെയ്യാം. 4x = 3y എന്ന് കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കതിനെ 4x - 3y = 0 എന്ന് എഴുതിക്കൂടെ? നമുക്കിവിടെ x+y x-y അല്ലല്ലോ കിട്ടിയത്, വേറെ രണ്ട് ഇക്വേഷൻസ് അല്ലേ കിട്ടി. ഒരു ഇക്വേഷൻ x+y, ഒരു ഇക്വേഷൻ 4x - 3y = 0. നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം, ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ ഇക്വേഷനെ മൊത്തം എന്ത് ചെയ്യുക? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 3 × x+y = 3 × 350 എന്ന് കിട്ടും അല്ലേ? (3x + 3y) = 1050 എന്ന് കിട്ടും. y = 0. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. അതുപോലെ സിമ്പൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. അങ്ങനെ വരുന്ന കേസിൽ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്, സിമ്പൽ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? സെയിം ആണ്, 3 ആണ്. അതുപോലെ വൈയുടെ സിമ്പൽ നോക്കിയാൽ സൈൻ നോക്കിക്കഴിഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3, ഇവിടെയും 3. സൈൻ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ എന്താണ്? മൈനസ് ആണ്. നമ്മൾ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? വൈയുടെ ടേം നമുക്ക് കട്ടായി കിട്ടും. ഇവിടെ ആഡ് ചെയ്ത് നോക്കും, 1050 വരും. 3y - 3y എന്ത് കിട്ടി? 0 കിട്ടി. ഇവിടെ നിങ്ങൾ ഈ പ്ലസ്സിന് വരെ മൈനസ് കൊടുത്തിരുന്നെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് എന്തായതിനെ? പ്ലസ് ആയതിനെ. അന്നേരം വൈയുടെ പോർഷൻ കട്ടായി പോകത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. വൈയുടെ സൈൻ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്, അതുപോലെ കോഎഫിഷ്യൻറ്റും സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇക്വേഷൻസ് ആഡ് ചെയ്തത്. അതായത് എന്ത് കിട്ടി? വൈയുടെ ടൈം 0 ആയി പോയില്ലേ? ഇനി 3x + 4x എന്ത് കിട്ടും? 7x എന്ന് കിട്ടും. 7x ആണ് 1050. 7x നമുക്ക് 1050 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1050/7 ചെയ്താൽ പോരെ? 1050/7 എന്ത് കിട്ടും നമുക്ക്? 150 എന്ന് ആൻസർ കിട്ടും. 150 എന്തുവാ? സെൻറ്റിമീറ്റർ ആണ്. ഈ ഇക്വേഷനകത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. അത് വൈ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 350 ൽ നിന്ന് 150 കുറച്ചാൽ പോരെ? y = y = 350 - 150 എത്ര കിട്ടും? 200 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ വയർ കട്ട് ചെയ്ത്
ലെങ്ത് അല്ലേ വേണ്ടേ, ഈ സെൻറ്റിമീറ്റർ അല്ലേ നമുക്ക് മീറ്ററിലാക്കണ്ടേ. എക്സ് എത്ര ആയിരുന്നു, ഇത് 200 സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കി എന്ത് കിട്ടും, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 200/100 എന്ത് കിട്ടും, 2 കിട്ടത്തില്ലേ. ആൻസർ അന്നേരം എന്താണ്, 2 മീറ്റർ ആണ്. ഇനി എക്സ് 150 സെൻറ്റിമീറ്റർ എന്നല്ലേ നമുക്ക് കിട്ടിയത്. എക്സ് 150 സെൻറ്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ടാക്കി എന്ത് ചെയ്യണം, ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് 1.5 മീറ്റർ എന്ന് കിട്ടും. എക്സ് വയറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര ആയിരുന്നു, 3.5 മീറ്റർ ആയിരുന്നു. അത് എവിടെ വെച്ചാൽ കട്ട് ചെയ്തേ, ഇത് 3.5 മീറ്റർ ലെങ്ത് ഉള്ള ലൈനെ 1.5 എന്നും 2 എന്നും നമ്മൾ കട്ട് ചെയ്തു. ആഡ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, 3.5 തന്നെ കിട്ടത്തില്ലേ. ഇതാണ് ആൻസർ.